അടുത്തതായി വെക്ടർ ഡിഫറൻസിയേഷനുമായി ബന്ധപ്പെട്ട് അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ ചെറിയ ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നോക്കാം. ആദ്യത്തേതെന്ന് പറയുന്നത് ഒരു ടാൻജൻറ്റ് വെക്ടർ എന്താണെന്നുള്ളതാണ്. നമുക്കറിയാം ആർ വെക്ടർ ഈക്വൽ ടു എക്സ് ഓഫ് യു ഐ പ്ലസ് വൈ ഓഫ് യു ജെ പ്ലസ് ഇസഡ് ഓഫ് യു കെ അറിയാമല്ലോ. അങ്ങനെയാണ് ഒരു കർവിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഇസഡ് ഓഫ് യു കെ ഇതൊരു സ്പേസ് കർവ് ആണെങ്കിൽ ആ കർവിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു യു എടുത്താൽ dr/du എടുത്താൽ അതിനെയാണ് നമ്മൾ ടാൻജൻറ്റ് വെക്ടർ എന്ന് പറയുക. അതിനെയാണ് എന്തെന്ന് പറയുക? ടാൻജൻറ്റ് വെക്ടർ. അപ്പോൾ ടാൻജൻറ്റ് വെക്ടർ ടു എ കർവ് ആർ ഓഫ് യു എന്ന് പറഞ്ഞാൽ dr/duനെയാണ് ടാൻജൻറ്റ് വെക്ടർ എന്ന് പറയുക. നമ്മളെ സംബന്ധിച്ച് ടാൻജൻറ്റ് വെക്ടർ അല്ല ഇമ്പോർട്ടൻറ്റ്. നോക്കൂ, നമുക്കിപ്പോൾ ഒരു എക്സ് വൈ പ്ലെയിൻ ആണെന്ന് വെക്കുക. എക്സ് വൈ സെഡ് പ്ലെയിൻ ആണ്. ഇവിടെ ഒരു കർവ് ഉണ്ട്. ആ കർവിലെ പാരാമീറ്ററാണ് യു. ഇനി നിങ്ങൾ ആ കർവിലെ പാരാമീറ്ററായിട്ട് യുവിന് പകരം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആർക്ക് ലെങ്തിനെ തന്നെ ഉപയോഗിക്കുകയാണെന്ന് വെക്കുക. യുവിന് പകരം ആർക്ക് ലെങ്ത് വരികയാണെങ്കിൽ dr/du ടാൻജൻറ്റ് വെക്ടർ എന്ന് പറഞ്ഞെങ്കിൽ, എന്നാൽ നിങ്ങളുടെ പാരാമീറ്റർ ആർക്ക് ലെങ്ത് ആണെങ്കിൽ, നിങ്ങൾ എയിൽ നിന്ന് തുടങ്ങുമ്പോൾ ആർക്ക് ലെങ്തിനെയാണ് പാരാമീറ്ററായിട്ട് എടുക്കുന്നതെങ്കിൽ dr/dsനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടർ. അതൊക്കെ നോക്കൂ, ഇതൊക്കെ എങ്ങനെ വരുന്നെന്ന് ഇതിൻ്റെ ഡെറിവേഷൻ നമുക്ക് ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഈ മൊഡ്യൂളിൽ ഈ സെക്ഷൻ അല്ലെങ്കിൽ വെക്ടർ ഡിഫറൻഷ്യൽ വരുന്ന ഒരു 2 പേജിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ജസ്റ്റ് ആ ഡെഫിനിഷൻ അറിയുക എന്നുള്ളത് മാത്രമേ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്, ഇതിനെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് യൂണിറ്റ് ടാൻജൻറ്റ് എന്ന് പറയുക. എന്നാൽ യു പാരാമീറ്റർ ആർക്ക് ലെങ്ത് ആകുമ്പോൾ ആ ഡിവിഷൻ വന്ന് കുറേ കാൽക്കുലേഷൻ ചെയ്ത് കഴിയുമ്പോൾ dr/dsനെ നമ്മൾ ടി ക്യാപ്പ് അഥവാ യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ആർക്ക് ലെങ്ത്. പാരാമീറ്റർ ആർക്ക് ലെങ്ത് ആകുമ്പോൾ dr/dsനെയാണ് ടി ക്യാപ്പ് എന്ന് പറയുക, അഥവാ യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടർ എന്ന് പറയുക. മനസ്സിലാവുന്നുണ്ടല്ലോ. അടുത്തത് അറിയേണ്ടത് എന്താണ് കർവേച്ചർ. കർവേച്ചറൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഡിഫറൻസിയേഷൻ ലെസ് വണ്ണിലൊക്കെ. കർവേച്ചർ എന്ന് പറയുന്നത് അവിടെ നിങ്ങൾ ടാൻജൻറ്റിൻ്റെ ആംഗിൾ വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്തിനെയാണ് കർവേച്ചർ എന്ന് പറഞ്ഞതെങ്കിൽ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് കർവേച്ചർ എന്ന് പറഞ്ഞാൽ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ മോഡുലസ് ഓഫ് ദ അല്ലെങ്കിൽ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടർ വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? കർവേച്ചർ. അപ്പോൾ കർവേച്ചർ ഈസ് ദ മെഷർ ഓഫ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടർ വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്ത്. യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടറിനെ അല്ലെങ്കിൽ ടി ക്യാപ്പ് യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടറിനെ വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്തിൽ റേറ്റ് ഓഫ് ചേഞ്ച് എടുക്കുന്നതിൻ്റെ മെഷർമെൻറ്റിനെയാണ് കർവേച്ചർ എന്ന് പറയുക. മനസ്സിലാവുന്നുണ്ടല്ലോ. ദാറ്റ് ഈസ് ടിക്ക് പകരം dr/ds കൊടുത്താൽ ഇത് d/ds ഓഫ് dr/ds എന്ന് പറഞ്ഞാൽ d²r/ds² എന്നും പറയാം. ആരെ? കർവേച്ചറിനെ. അപ്പം കർവേച്ചർ ഓഫ് എ കർവ് എന്താണെന്ന് ചോദിച്ചാൽ കർവേച്ചർ ഓഫ് എ കർവ് ഈസ് ദ മോഡുലസ് ഓഫ് അല്ലെങ്കിൽ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടർ വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്തിനെയാണ് മെഷർ ഓഫ് കർവേച്ചർ എന്ന് പറയുക. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി റേഡിയസ് ഓഫ് കർവേച്ചർ എന്താ? റെസിപ്രോക്കൽ ഓഫ് ദ കർവേച്ചറിനെയാണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുക. മനസ്സിലാവുന്നു. നമ്മളിപ്പോൾ അവിടെ പഠിച്ച കർവേച്ചറുകളൊക്കെ അവിടെ ആംഗിളുമായി കണക്ട് ചെയ്തെങ്കിൽ ഇവിടെ വെക്ടറുമായി കണക്ട് ചെയ്യുന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ. dt/ds ആണ് മെഷർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ കർവേച്ചർ ഈസ് ദ മോഡുലസ് ഓഫ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടർ വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്ത്. റേഡിയസ് ഓഫ് കർവേച്ചർ എന്താ? 1/കർവേച്ചർ ആണ്. ഇനി എന്താ ഒരു യൂണിറ്റ് നോർമൽ വെക്ടർ? യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടർ എന്താണോ അതിന് പെർപെൻഡിക്കുലറായി കിടക്കുന്ന ആളായിരിക്കുമല്ലോ യൂണിറ്റ് നോർമൽ. ഉറപ്പാണ്, കാരണം ടാൻജൻറ്റിന് പെർപെൻഡിക്കുലറാണ് നോർമൽ. എന്നാൽ നിങ്ങൾ നോക്കൂ, നമുക്കിവിടെ യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ മോഡുലസ് 1 ആണ്. അത് കോൺസ്റ്റൻ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നമ്മൾ നേരത്തെ പഠിച്ചു, കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ പഠിച്ചു, ഒരു കോൺസ്റ്റൻറ്റ് വെക്ടർ ഉണ്ട് എങ്കിൽ അതും അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ചിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കുമെന്ന് നമ്മളൊരു പ്രൂഫ് പഠിച്ചു. ഒരു വെക്ടർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതേ ഡോട്ട് അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് 0 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? a.b 0 എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡ് ആയിരിക്കണം. കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡുള്ള ഒരു വെക്ടർ ഉണ്ടെങ്കിൽ അയാളും അയാളുടെ റേറ്റ് ഓഫ് ചേഞ്ചും തമ്മിൽ പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ടി ക്യാപ്പ് കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ ടി ക്യാപ്പും അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്തും തമ്മിൽ പരസ്പരം എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ടി ക്യാപ്പിന് പെർപെൻഡിക്കുലർ ആണ് ആര്? dt/ds. അതേപോലെ ടി ക്യാപ്പിന് പെർപെൻഡിക്കുലർ ആണ് ആര്? നോർമൽ വെക്ടർ. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും പരസ്പരം പാരലലായിരിക്കുമല്ലോ. ശരിയല്ലേ? ടി ക്യാപ്പിന് പെർപെൻഡിക്കുലർ ആണിത്. ടി ക്യാപ്പിന് പെർപെൻഡിക്കുലർ. അപ്പോൾ ഇവർ രണ്ടുപേരും പരസ്പരം പാരലൽ. എയും ബിയും രണ്ട് വെക്ടറുകൾ പാരലാണെങ്കിൽ a ഈക്വൽ ടു λb എന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം ഇവർ രണ്ടുപേരും പാരലൽ ആയതുകൊണ്ട് dt/ds ഈക്വൽ ടു ഇവിടുത്തെ ലാംഡ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിന് പകരം
റീപ്ലേസ് ചെയ്യുക കർവേച്ചർ ആണ്. കർവേച്ചർ ഈസ് എ കോൺസ്റ്റന്റ്, കാപ്പ ഇൻറ്റു എൻ ക്യാപ്പ് എന്ന് വരും. മനസ്സിലാവുന്നുണ്ട്? പറഞ്ഞല്ലോ, ഇതിൻ്റെ ബിഹൈൻഡ് പ്രൂഫ് നമുക്ക് ആവശ്യമില്ല. ഡി ടി ബൈ ഡി എസ് ഈക്വൽ ടു ലാംഡയ്ക്ക് പകരം കോൺസ്റ്റന്റ് ആയിട്ട് ആക്ട് ചെയ്യാരാ, കാപ്പ ഇൻറ്റു എൻ ക്യാപ്പ് എന്നാണ് വരിക. നോക്കൂ, ഇത് രണ്ട് സൈഡും നിങ്ങളുടെ മോഡുലസ് എടുക്കുമ്പോൾ മോഡുലസ് എൻ ക്യാപ്പ് 1, അപ്പം കർവേച്ചർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ഡി ടി ബൈ ഡി എസ് എന്നായി മാറും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഡി ടി ബൈ ഡി എസ് ഈക്വൽ ടു കർവേച്ചർ ഇൻറ്റു എൻ ക്യാപ്പ് എന്നാണ് വരിക. അതാണ് യൂണിറ്റ് നോർമൽ വെക്ടറും കർവേച്ചറും തമ്മിലുള്ള കണക്ഷൻ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം ഇതാണ് യൂണിറ്റ് നോർമൽ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? The vector which is perpendicular to the unit tangent vector is called unit normal vector. സാധാ പോലെ തന്നെ. ഇനി നിങ്ങൾ നോക്കൂ, ഇതവിടെ എഴുതി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇന്നേ വരെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒരു ടേമാണ് ബൈനോർമൽ. ബൈനോർമൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നോക്കൂ, നിങ്ങൾക്കറിയാം, ഇതാണ് ടാൻജന്റ് വെക്ടർ എങ്കിൽ, യൂണിറ്റ് ടാൻജന്റ് എങ്കിൽ ഇതാണ് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന എൻ ക്യാപ്പ്. അങ്ങനെ ടാൻജന്റിനും നോർമലിനും, യൂണിറ്റ് ടാൻജന്റിനും യൂണിറ്റ് നോർമലിനും പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു വെക്ടർ കൂടി നിങ്ങൾ കൺസിഡർ ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് ബൈനോർമൽ. ഇവർക്ക് രണ്ടുപേർക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വേറൊരു വെക്ടർ ബൈനോർമൽ. ബൈനോർമൽ വെക്ടർ ഈസ് ദ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് യൂണിറ്റ് ടാൻജന്റ് ആണ്. നമുക്കറിയാം, എയും ബിയും ക്രോസ് ചെയ്താൽ എ ക്രോസ് ബി എന്ന് പറയുന്നത് കിട്ടുന്ന ആൾ എയ്ക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലേ? അതേപോലെ യൂണിറ്റ് ടാൻജന്റ് വെക്ടറിനും യൂണിറ്റ് നോർമൽ വെക്ടറും ക്രോസ് ചെയ്താൽ അതിന് പെർപെൻഡിക്കുലറായി വരുന്ന വെക്ടറാണ് ബി വെക്ടർ അഥവാ ബൈനോർമൽ വെക്ടർ. എന്താണ് അപ്പോൾ ബൈനോർമൽ വെക്ടർ ഈസ് പെർപെൻഡിക്കുലർ ടു യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ആൻഡ് യൂണിറ്റ് നോർമൽ വെക്ടർ. ഓർത്തോളുക, യൂണിറ്റ് ടാൻജന്റ് ആൻഡ് യൂണിറ്റ് നോർമൽ വെക്ടർ. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മൾ പറയാറുണ്ട് എക്സ് ഇത്, വൈ ഇത്, ഇസഡ് ഇത്, അവർ പരസ്പരം പെർപെൻഡിക്കുലർ അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും. അതേപോലെ ദാ ഇവിടെ ഞാൻ കൊടുക്കുന്നു ബി വെക്ടർ, ഇവിടെ ഞാൻ കൊടുക്കുന്നു ടി ക്യാപ്പ്, ഇവിടെ ഞാൻ കൊടുക്കുന്നു എൻ ക്യാപ്പ്, ഇവിടെ കൊടുക്കുന്നു ബി ക്യാപ്പ്. എക്സ് വൈ സെഡ് റീപ്ലേസ് ചെയ്യും. ആര്? ടി എൻ ബി എന്ന് പറയുന്ന വെക്ടറുകൾ റീപ്ലേസ് ചെയ്യും. എക്സ് വൈ സെഡിന് വരാൻ റീപ്ലേസ് ചെയ്യാമല്ലോ. അതിനെ വിളിക്കുന്ന പേരാണ് ടി എയും എന്നിനെയും ബി എയും നിങ്ങളൊരു കോർട്ടീഷ്യൻ എക്സ് വൈ സെഡ് പോലെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്താൽ, ആരെ? ടി എയും എന്നിനെയും ബി എയും കൺസിഡർ ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് ടി എൻ ബി പ്ലെയിൻ. ടി എൻ ബി ഫിസിക്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഫ്രിക്ഷനും മറ്റുമൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു ടേമാണ് ടി എൻ ബി പ്ലെയിൻ. ടി എൻ ബി പ്ലെയിൻ ഓർ ട്രയാഡ് എന്ന് പറയും, ഓർ ഫ്രണെറ്റ് ഫ്രെയിം എന്നും പറയാറുണ്ട്. ടി എൻ ബി പ്ലെയിൻ വിളിക്കുന്ന വേറൊരു പേരാണ് ഫ്രണെറ്റ് ഫ്രെയിം. FRENET, ഫ്രണെറ്റ് ഫ്രെയിം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ബൈനോർമൽ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ടാൻജന്റിനും യൂണിറ്റ് നോർമലിനും പെർപെൻഡിക്കുലറായി വരുന്ന ആളാണ് ബൈനോർമൽ വെക്ടർ. ബൈനോർമലും യൂണിറ്റ് ടാൻജന്റും യൂണിറ്റ് നോർമലും ചേർന്ന് വരുന്ന പ്ലെയിനെ വിളിക്കുന്ന പേരാണ് ടി എൻ ബി പ്ലെയിൻ അഥവാ ഫ്രണെറ്റ് ഫ്രെയിം. ഇനി നിങ്ങൾ നോക്കൂ, നമുക്കറിയാം ബി എന്ന് പറയുന്നത് ഒരു ബി ക്യാപ്പ് എന്നാണ് ഞാൻ പറഞ്ഞത്. ബി ക്യാപ്പ് യൂണിറ്റ് വെക്ടറാണ്, അതൊരു കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡാണ്. അങ്ങനെയാണെങ്കിൽ ഇയാൾ ആർക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും? ഡി ബി ബൈ ഡി എസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ശരിയല്ലേ? ബി ക്യാപ്പ് ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ബി ക്യാപ്പ് എന്ന് പറയുന്ന ആൾ ഓൾറെഡി പെർപെൻഡിക്കുലർ ടു ആരാണ്? എൻ ക്യാപ്പാണ്. ശരിയല്ലേ? ബി ക്യാപ്പ് എൻ ക്യാപ്പിന് പെർപെൻഡിക്കുലർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിൽ പരസ്പരം പാരലൽ ആയിരിക്കുമല്ലോ, ഡി ബി ബൈ ഡി എസും എൻ ക്യാപ്പും തമ്മിൽ. അങ്ങനെ വരുമ്പോൾ എനിക്ക് എഴുതാം ഡി ബി ബൈ ഡി എസ് ഈക്വൽ ടു മൈനസ് ടോ ഇൻറ്റു എൻ ക്യാപ്പ് എന്നാവും. നോക്കൂ, ഇവിടെ ഡി ടി ബൈ ഡി എസ് ഈക്വൽ ടു കർവേച്ചർ ഇൻറ്റു എൻ ക്യാപ്പ് എന്ന് പറഞ്ഞെങ്കിൽ ബൈനോർമൽ ആകുമ്പോൾ ഡി ബി ബൈ ഡി എസ് ഈക്വൽ ടു മൈനസ്, ആ കോൺസ്റ്റന്റിനെ ലാംഡയെ റീപ്ലേസ് ചെയ്യുന്നത് മൈനസ് ടോ എന്നാണ്. ഈ മൈനസ് ടോയെ വിളിക്കുന്ന പേരാണ് ടോർഷൻ ഓഫ് എ കർവ്. മൈനസ് ടോയെ വിളിക്കുന്ന പേരാണ് ടോർഷൻ ഓഫ് എ കർവ്. അപ്പോൾ മൈനസ് ടോ ഇൻറ്റു എൻ ക്യാപ്പ് എന്നാകും ടോർഷൻ ഓഫ് എ കർവ്. അപ്പോൾ ടോർഷൻ ഓഫ് എ കർവ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് സൈഡും മോഡുലസ് എടുത്താൽ ടോർഷൻ ഓഫ് എ കർവ് ഈസ് ദ മോഡുലസ് ഓഫ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബൈനോർമൽ വെക്ടർ വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്ത് എന്നാകും. കർവേച്ചർ എന്തായിരുന്നു? മോഡുലസ് ഓഫ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് യൂണിറ്റ് ടാൻജന്റ് വെക്ടർ വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്ത് ആണെങ്കിൽ ടോർഷൻ ഓഫ് എ കർവ് എന്താ? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബൈനോർമൽ വെക്ടർ വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്ത് ആവും. എന്ത്? ടോർഷൻ ഓഫ് എ കർവ്. ടോർഷൻ ഓഫ് എ കർവ് ഇമ്പോർട്ടൻ്റ് ആണ്. ടോർഷൻ ഓഫ് എ കർവ് എന്ന് പറഞ്ഞാൽ ദ മോഡുലസ് ഓഫ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബൈനോർമൽ കർവ് വിത്ത് റെസ്പെക്ട് ടു എസ്. ഡി ബി ബൈ ഡി എസ് ഈക്വൽ ടു മൈനസ് ടോ ഇൻറ്റു എൻ ക്യാപ്പ്. മോഡുലസ് എടുക്കുമ്പോൾ രണ്ടും പോസിറ്റീവ് ആവും. ഇനി നിങ്ങൾ രണ്ട് സൈഡും ഒരു മൈനസ് എൻ കൊണ്ട് ഡോട്ട് ചെയ്തേ, എന്താ സംഭവിക്കുക? രണ്ട് സൈഡും മൈനസ് എൻ കൊണ്ട് ഡോട്ട് ചെയ്താൽ മൈനസ് എൻ ഡോട്ട് ഡി ബി ബൈ ഡി എസ് ഈക്വൽ ടു മൈനസ് എൻ ഡോട്ട് എൻ. യൂണിറ്റ് വെക്ടർ 1 അല്ലേ? ടോ എന്ന് വരും. അപ്പോൾ ടോ കാണുന്നതിനുള്ള ഇക്വേഷൻ ഇതാണ്. ടോ ഈക്വൽ ടു മൈനസ് എൻ ഡോട്ട് ഡി ബി ബൈ ഡി എസ് എന്നാണ്. ടോ ഈക്വൽ ടു മൈനസ് എൻ ഡോട്ട് ഡി ബി ബൈ ഡി എസ് എന്ന് വരും. ടോ അതായത് ടോർഷൻ ഓഫ് എ കർവ് എന്ന് പറഞ്ഞാൽ മൈനസ് എൻ ഡോട്ട് ഡി ബി ബൈ
ഡി എസ് ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് ടാൻജൻറ്റ് വെക്ടർ പറഞ്ഞു. ഇനി ടാൻജൻറ്റ് വെക്ടർ മാത്രമേ ഉള്ളൂ ഡി ആർ ബൈ ഡി യുവിൽ പറയുന്നത്. ബാക്കിയൊക്കെ പാരാമീറ്ററിൽ ആർക്ക് ലെങ്തിൽ പറയുക. യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടർ ഡി ആർ ബൈ ഡി എസ് ആണ്. കർവേച്ചർ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടർ വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്ത് ആണ്. റേഡിയസ് ഓഫ് കർവേച്ചർ അതിൻ്റെ റെസിപ്രോക്കലാണ്. യൂണിറ്റ് നോർമൽ വെക്ടർ ടാൻജൻറ്റ് വെക്ടറിന് പെർപെൻഡിക്കുലറായി വരുന്ന ആളാണ് യൂണിറ്റ് നോർമൽ. ഇനി യൂണിറ്റ് ടാൻജൻറ്റിനും യൂണിറ്റ് നോർമലിനും പെർപെൻഡിക്കുലറായി വരുന്ന വെക്ടറാണ് ബൈനോർമൽ വെക്ടർ. അവർ മൂന്ന് പേരും ചേർന്നതാണ് ടി എൻ ബി പ്ലെയിൻ അഥവാ ഫ്രണറ്റ് ഫ്രെയിം എന്ന് പറയുന്നത്. ഇനി ബിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്ത് അതിൻ്റെ അളവിനെയാണ് ടോർഷൻ ഓഫ് എ കർവ് എന്ന് പറയുക. ഇനി നിങ്ങൾ നോക്കൂ, ടോർഷൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ 1 ടോർഷൻ ഓഫ് എ കർവാണ് റേഡിയസ് ഓഫ് ടോർഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവും. ഇവിടെ റേഡിയസ് ഓഫ് കർവേച്ചർ പറഞ്ഞതുപോലെ 1 ടോ എടുത്താൽ അതിനെ വിളിക്കുന്ന പേരാണ് റേഡിയസ് ഓഫ് ടോർഷൻ. റേഡിയസ് ഓഫ് ടോർഷൻ എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് ദ ടോർഷൻ ആണ്. റേഡിയസ് ഓഫ് കർവേച്ചർ പോലെ തന്നെ. മനസ്സിലാവുന്നുള്ള ഇത്രയും കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫോർമുലയുണ്ട്, ഫ്രനറ്റ് സെററ്റ് ഫോർമുല എന്ന് പറഞ്ഞ ഒരു 4 ഇക്വേഷൻ ഉണ്ട്. അത് ഡിറൈവ് ചെയ്യാനായിട്ട് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, അല്ലെങ്കിൽ എഴുതാൻ ചോദിക്കാം. അതുകൂടി ചെയ്യേണ്ടതുണ്ട്, ശ്രദ്ധിക്കുക. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് ഫ്രനറ്റ് സെററ്റ് ഫോർമുല. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇത് എഴുതാൻ ചോദിക്കാം, ചിലപ്പോൾ ഇത് പ്രൂവ് ചെയ്യാനും ചോദിക്കാം. ഇനിവേ നമ്മൾ പ്രൂഫ് പറയും. ഫ്രനറ്റ് സെററ്റ് ഫോർമുല ഇതിൽ ആദ്യത്തെ 2 പ്രൂഫും നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അറിയാം, കർവേച്ചർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടർ വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്ത് ആണ്. ടോർഷൻ എന്ന് പറഞ്ഞാൽ ഡി ബി ബൈ ഡി എസ് ആണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബൈനോർമൽ വെക്ടർ വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്ത്. എന്നാലും നമുക്കത് പ്രൂവ് ചെയ്യണം. പിന്നീട് മൂന്നാമതാണ്. അപ്പോൾ ഒന്നാമത്തെ നോക്കാം. ഫസ്റ്റ് വൺ നമുക്കറിയാം, നമുക്കറിയാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് we know that n cap is perpendicular to t cap. നമുക്കറിയാവുന്നതാണ്. അടുത്തത് ഓൾസോ സിൻസ് t cap is of constant magnitude therefore നമുക്കറിയാം ടി ക്യാപ്പ് ഈസ് പെർപെൻഡിക്കുലർ ടു ഡി ടി ബൈ ഡി എസ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ആണല്ലോ. അപ്പോൾ എൻ ക്യാപ്പ് പെർപെൻഡിക്കുലർ ടു ടി ക്യാപ്പായി, ടി ക്യാപ്പ് പെർപെൻഡിക്കുലർ ടു ഡി ടി ബൈ ഡി എസ് ആയി. ദെയർഫോർ നമുക്ക് എഴുതാം എൻ ക്യാപ്പ് ഈസ് പാരലൽ ടു ഡി ടി ബൈ ഡി എസ്. ശരിയാണല്ലോ. എൻ ക്യാപ്പ് ഇതിന് പെർപെൻഡിക്കുലർ, ഇയാളും ഇതിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും പാരലായിരിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെഴുതാം, ദെയർഫോർ ഡി ടി ബൈ ഡി എസ് ഈക്വൽ ടു കർവേച്ചർ ഇൻറ്റു എൻ ക്യാപ്പ് വേർ കാപ്പ ഇസ് ദ കർവേച്ചർ. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം ഡി ടി ബൈ ഡി എസ് ഈക്വൽ ടു എന്തെന്നായി, കാപ്പ ഇൻറ്റു എൻ ക്യാപ്പ് എന്നായി. ഈ കാപ്പ എങ്ങനെ വരുന്നു എന്നുള്ളത് തക്കാലം വേണ്ട, ആ കോൺസ്റ്റന്റിനെ കാപ്പ എന്ന് എഴുതി വെച്ചാൽ മാത്രം മതി. ഇങ്ങനെയാണ് ഒന്നാമത്തത് പ്രൂവ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ വേണ്ടി നോക്കാം. അടുത്തത് രണ്ടാമത്തത് നോക്കാം. ഡി ബി ബൈ ഡി എസ് ഈക്വൽ ടു മൈനസ് ടോ ഇൻറ്റു എൻ ക്യാപ്പ്. നോക്കൂ, നമുക്കറിയാവുന്ന കാര്യം, നമുക്കറിയാം എൻ ക്യാപ്പ് എന്ന് പറയുന്ന നോർമൽ. നോക്കൂ, നോർമൽ യൂണിറ്റ് നോർമൽ അഥവാ അതിനെ പ്രിൻസിപ്പൽ നോർമൽ എന്നും പറയാറുണ്ട്. പ്രിൻസിപ്പൽ നോർമൽ എന്നാണ് കറക്റ്റായിട്ട് പറയുക. പ്രിൻസിപ്പൽ നോർമൽ എന്ന് പറയുന്ന എൻ ക്യാപ്പ് അല്ലെങ്കിൽ യൂണിറ്റ് നോർമൽ എൻ ക്യാപ്പ് പെർപെൻഡിക്കുലർ ടു ബി ക്യാപ്പ് ആണെന്ന് നമുക്കറിയാം. പ്രിൻസിപ്പൽ നോർമൽ എന്തിന് പെർപെൻഡിക്കുലർ ആണ്, ബി ക്യാപ്പിന് പെർപെൻഡിക്കുലർ ആണ്. അതേപോലെ നമുക്കറിയാം ബി ക്യാപ്പ് കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ് ആയതുകൊണ്ട് ബി ക്യാപ്പ് അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ചിനും പെർപെൻഡിക്കുലർ ആണ്. ഏത് വെക്ടറും കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ചിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ബി ക്യാപ്പ് ഈസ് പെർപെൻഡിക്കുലർ ടു ഡി ബി ബൈ ഡി എസ്. അങ്ങനെ വരുമ്പോൾ എൻ ക്യാപ്പും ഡി ബൈ ഡി എസും പാരലായി മാറും. നേരത്തെ ചെയ്ത പോലെ തന്നെ പാരൽ മാറ്റാൻ വേണ്ടി, അതായത് ഇവർ രണ്ടൊരു പാരൽ എന്ന് പറഞ്ഞാൽ 2 വെക്ടർ പാരലാണെങ്കിൽ അവരൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ഡി ബി ബൈ ഡി എസ് ഈക്വൽ ടു നമ്മളുടെ ഇവിടുത്തെ കോൺസ്റ്റന്റ് മൈനസ് ടോ എന്നാണ് വരിക. അതെങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്ക് വേണ്ട, തക്കാലം എഴുതി വെക്കുക. മൈനസ് ടോ ഇൻറ്റു എൻ ക്യാപ്പ് എന്നാകും. ടോയെ വിളിക്കുന്ന പേരാണ് ടോർഷൻ. മൈനസ് ടോ ഇൻറ്റു എൻ ക്യാപ്പ്, ടോയെ വിളിക്കുന്ന പേരാണ് ടോർഷൻ. ഞാൻ പറഞ്ഞായിരുന്നു 1 ടോ ആണ് റേഡിയസ് ഓഫ് ടോർഷൻ. അതിനെ സിഗ്മ എന്ന് പറയുന്നത് കൊണ്ടാണ് സൂചിപ്പിക്കുക. സിഗ്മ, ആ സിമ്പിൾ പറയാൻ വിട്ടുപോയി. സിഗ്മ 1 ടോ റേഡിയസ് ഓഫ് ടോർഷൻ അല്ലെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ പറയുന്ന പോലെ റേഡിയസ് ഓഫ് ടോർഷനെയാണ് സിഗ്മ കൊണ്ടാണ് സൂചിപ്പിക്കുക എന്ന് ഓർത്തുകൊള്ളുക. അതുപോലെ ഇത് പ്രിൻസിപ്പൽ നോർമലാണ് അല്ലെങ്കിൽ യൂണിറ്റ് നോർമലാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് രണ്ടാമത്തത് തെളിയിക്കുന്നത്. ഇനി ഒരെണ്ണം കൂടിയുണ്ട്, മൂന്നാമത്തത് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ഇക്വേഷൻ ഇതായിരുന്നു. ഇത് പ്രൂവ് ചെയ്യാനായി നമുക്കറിയാം നമ്മുടെ പ്ലെയിൻ ടി എൻ ബി എന്നാണ്, എക്സ് വൈ സെഡ് പോലെ എന്ന് പറഞ്ഞാൽ അർത്ഥം എൻ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ബി ക്യാപ്പ് പെർപെൻഡിക്കുലർ ടി ക്യാപ്പ് എന്നാണ്. ശരിയാണല്ലോ. നോക്കൂ, എക്സ് വൈ സെഡുമായിട്ട് കമ്പയർ ചെയ്താൽ മതി. വൈ എന്ന് പറയുന്ന ആൾ എക്സിനെയും ഇസഡിനെയും എക്സിനെയും കൂടെ ക്രോസ് ചെയ്യണം. ഡയറക്ഷൻ തിരിഞ്ഞു പോരുത്. ഇസഡ് അതായത് സൈക്ലിക് ഓർഡറിലാണ് പോവുക. എ ബി സി വെക്ടർ, അതായത് ബിയും ടിയും ക്രോസ് ചെയ്യുമ്പോഴാണ് എൻ കിട്ടുക, ടിയും എന്നും ക്രോസ് ചെയ്യുമ്പോഴാണ് ബി കിട്ടുക. ആ സൈക്ലിക് ഓർഡർ തന്നെ പോകണം. അപ്പോൾ എൻ വെക്ടർ എന്ന് പറഞ്ഞാൽ ബി വെക്ടർ ക്രോസ് ടി വെക്ടറാണ്. ഇനി എനിക്ക് വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്ത് ഡെറിവേറ്റീവ് എടുക്കുന്നത് ഡി എൻ ബൈ ഡി എസ് ഈക്വൽ ടു
ബി ക്യാപ് ക്രോസ് ഡി ടി ബൈ ഡി എസ് പ്ലസ് ഡി ബി ബൈ ഡി എസ് ക്രോസ് ടി ക്യാപ്പ് എന്നാവും. ശരിയാണല്ലോ. ദാറ്റ് ഈസ് ബി ക്യാപ് ക്രോസ് ഡി ടി ബൈ ഡി എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഫോർമുലയിൽ പഠിച്ചു കാപ്പ ഇൻറ്റു എൻ ക്യാപ് പ്ലസ് ഡി ബി ബൈ ഡി എസിന് പകരം മൈനസ് ടോ ഇൻറ്റു എൻ ക്യാപ് ക്രോസ് ടി ക്യാപ്. ഫസ്റ്റ് രണ്ട് ഇക്വേഷനുകൾ റീപ്ലേസ് ചെയ്താണ്. ദാറ്റ് ഈസ് ഈക്വൽ നമുക്ക് എന്താ കിട്ടുക? കാപ്പ കോൺസ്റ്റൻ്റ് ആണ്, ബി ക്രോസ് എൻ മൈനസ് ഇതാണ്ട് ഇവിടെ ടോ കോൺസ്റ്റൻ്റ് ആണ്, എൻ ക്രോസ് ടി എന്നാകും. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം ബി ക്രോസ് എൻ, ബിയും എന്നും കൂടി ക്രോസ് ചെയ്താൽ തിരിഞ്ഞാണ് വരിക, മൈനസ് ടോ ടി ക്യാപ്പ് എന്ന് വരും. ശരിയല്ലേ? ബിയും എന്നും കൂടി ക്രോസ് ചെയ്ത് നോക്കൂ. ബി കഴിഞ്ഞ് സൈക്ലിക് ഓർഡർ എ ബി സി പോലെ എ കഴിഞ്ഞ് എയും ബിയും കൂടി ക്രോസ് ചെയ്ത് ഇങ്ങനെയാണ് എഴുതുക. കറക്റ്റായിട്ട് പറഞ്ഞാൽ ടി എൻ ബി, ടിയും എന്നും ക്രോസ് ചെയ്താൽ ബി, ബിയും ടിയും ക്രോസ് ചെയ്താൽ എൻ. നമുക്കിവിടെ വേണ്ടുന്നത് ബിയും എന്നുമാണ്. ബി എന്ന് പറയുമ്പോൾ തിരിയും, അപ്പോൾ മൈനസ് ടി ക്യാപ് മൈനസ് ടോ ഇൻറ്റു എൻ ക്രോസ് ടി, എന്നും ടിയും കൂടി ക്രോസ് ചെയ്താൽ എന്താകും? മൈനസ് ബി ക്യാപ്പ് ആകും. അപ്പോൾ നോക്കൂ, ഇത് തിരിയുമ്പോൾ ടോ ബി ക്യാപ്പ് മൈനസ് കാപ്പ ടി ക്യാപ്പ് എന്നാകും. ടോ ബി ക്യാപ്പ് മൈനസ് കാപ്പ ടി ക്യാപ്പ്, ടോ ബി ക്യാപ്പ് മൈനസ് കാപ്പ ടി ക്യാപ്പ് എന്നാകും. ഇങ്ങനെയാണ് എന്ത് കിട്ടുക? ഫ്രണറ്റിൻ്റെ തേർഡ് ഫോർമുല കിട്ടുക. ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രൂഫ് ചോദിച്ചില്ലെങ്കിലും ഫ്രണറ്റ് ഫോർമുല എഴുതാൻ ചോദിക്കാം. 3 എണ്ണവും എഴുതി വെക്കാൻ പരീക്ഷയ്ക്ക് ചോദിക്കാം. അതുകൊണ്ട് പഠിച്ചോളുക, മറന്നു പോരുത്. തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കമ്പൽസറി വൃത്തിയായി പഠിച്ചോളുക, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്, ശ്രദ്ധിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. Show that the acceleration of a particle traveling along a trajectory r of t is given by acceleration equal to dv by dt into t cap plus v square by rho into n cap, where v is the speed, t cap is the unit tangent vector to the trajectory, n cap its principal normal and rho is the radius of curvature. അപ്പം ഒരു ട്രാജക്ടറി എന്ന് വെച്ചാൽ ഒരു മൂവിങ് പാത്ത് എന്നുള്ള അർത്ഥമാണ്. അതിലൂടെ പോകുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ ആക്സലറേഷൻ ഇതാണ് എന്ന് തെളിയിക്കണം. പാർട്ടിക്കിളിൻ്റെ ആക്സലറേഷൻ ഇതാണ് എന്ന് തെളിയിക്കുക. പറയുന്നത് മനസ്സിലാവുന്നല്ലോ. അപ്പോൾ നോക്കൂ, നമുക്കറിയാവുന്ന കാര്യമെന്ന് പറയുന്നത്, നമുക്കറിയാം വെലോസിറ്റി ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഡി ആർ ബൈ ഡി ടി ആണ്. ശരിയല്ലേ? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്ടറിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം കൊണ്ട് ഡെറിവേറ്റീവ് എടുക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വി വെക്ടർ ഈക്വൽ ടു ഡി ആർ വെക്ടർ ബൈ ഡി എസ് ഇൻറ്റു ഡി എസ് ബൈ ഡി ടി. ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്തു ആർക്ക് ലെങ്ത് വെച്ച്. ഡി എസ് എന്ന് പറഞ്ഞാൽ ആർക്ക് ലെങ്ത് ആണ്. ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ മൂവിങ് ഡിസ്റ്റൻസ് എന്നുള്ള അർത്ഥത്തിലാണ് ആർക്ക് ലെങ്ത് ഇവിടെ എസ് എടുക്കുക. അങ്ങനെയാകുമ്പോൾ വി വെക്ടർ ഈക്വൽ നോക്കൂ, ഡി ആർ ബൈ ഡി എസ് വെക്ടറിനെ, പൊസിഷനെ വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്ത് എടുക്കുന്നതിനെയാണ് നമ്മൾ ടി ക്യാപ്പ് എന്ന് പറയാം. ടി ക്യാപ്പ് ഇൻറ്റു ഡി എസ് ബൈ ഡി ടിയെ വെറും സ്പീഡ് എന്ന് എഴുതാം. നോക്കൂ, ഡി എസ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ അർത്ഥം ഇവിടെ എസ് എന്ന് ഡിസ്റ്റൻസ് ആണ് എസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ടൈം എടുക്കുമ്പോൾ സ്പീഡ് ആകും. സ്പീഡ് വി എന്ന് അവർ പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ വി എന്ന് എടുത്തത്. അവിടെ വെക്ടർ ഇട്ടിട്ടില്ല, സ്പീഡ് വി ആണ്, വെലോസിറ്റിയാണ് വെക്ടർ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ വി വെക്ടർ ഈക്വൽ ടു ടി ക്യാപ്പ് ഇൻറ്റു വി എന്നാകും. ശരിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ആക്സലറേഷനാണ് വേണ്ടുന്നത്. വിത്ത് റെസ്പെക്ട് ടു ടൈം ഡെറിവേറ്റീവ് എടുക്കാമല്ലോ. അപ്പോൾ എന്ത് കിട്ടും? ടി ക്യാപ്പ് ഇൻറ്റു ഡി വി ബൈ ഡി ടി പ്ലസ് വി ഇൻറ്റു ഡി ടി ക്യാപ്പ് ബൈ, വിത്ത് റെസ്പെക്ട് ടു ടിയിലാണ്, ഡി ടി ക്യാപ്പ് ബൈ ടി എന്ന് വരും. ശരിയാണല്ലോ? ഡി വി ബൈ ഡി ടി ഈക്വൽ ടു ടി ക്യാപ്പ് ഇൻറ്റു ഡി വി ബൈ ഡി ടി പ്ലസ് വി ഇൻറ്റു ഡി ടി ക്യാപ്പ് ബൈ ഡി ടി എന്ന് വരും. ശരിയാണല്ലോ? ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം നോക്കൂ, എനിക്കിതിനകത്ത് ആദ്യത്തെ പാർട്ട് കിട്ടിക്കഴിഞ്ഞു. രണ്ടാമത്തെ പാർട്ടിലാണ് വ്യത്യാസമുള്ളത്. അതുകൊണ്ട് ഞാൻ ഡി ടി ക്യാപ്പ് ബൈ ഡി ടി ക്യാപ്പ് ബൈ ഡി ടി, ശ്രദ്ധിക്കുക, ഈ ടി എന്ന് പറഞ്ഞാൽ ടൈമാണ്, ടി ക്യാപ്പ് യൂണിറ്റ് ടാൻജൻ്റ് ആണ്, അതിനെ എടുക്കുന്നു. ഈക്വൽ ടു, ഇതിനെ ഞാൻ ഒന്നുകൂടി അറേഞ്ച് ചെയ്യുന്നു, ഡി ടി ക്യാപ്പ് ബൈ ഡി എസ് ഇൻറ്റു ഡി എസ് ബൈ ഡി ടി, നേരത്തെ ചെയ്തതുപോലെ ആണല്ലോ. അപ്പോൾ ഡി ടി ക്യാപ്പ് ബൈ ഡി എസ് എന്താ? യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടർ വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്ത്, അതിൻ്റെ അളവിനെയാണല്ലോ നമ്മൾ കർവേച്ചർ എന്ന് പറയുന്നത്. ഇൻറ്റു ഇതിന് പകരം സ്പീഡ് എന്ന് എഴുതാമല്ലോ, ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ടൈം സ്പീഡ് ഈക്വൽ ടു കെയ്ക്ക് പകരം 1 ബൈ റേഡിയസ് ഓഫ് കർവേച്ചർ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? വി ബൈ റോ എന്നാകത്തില്ലേ? ഡി ടി ക്യാപ്പ് ബൈ ഡി ടിക്ക് പകരം വി ബൈ റോ എന്ന് കൊടുക്കാം. അപ്പം ഞാനിവിടെ വി ബൈ റോ കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും നോക്കൂ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി വി വെക്ടർ ബൈ ഡി ടി. അതിന് പകരം ഇനി എനിക്ക് എന്തെന്ന് എഴുതാം? ആക്സലറേഷൻ എന്ന് എഴുതി കൂടി ഡി വിക്ക് പകരം ഡി വി ബൈ ഡി ടിക്ക് പകരം ആക്സലറേഷൻ ഓഫ് ടി ഈക്വൽ ടു ടി ക്യാപ്പ് ഇൻറ്റു ഡി വി ബൈ ഡി ടി പ്ലസ്
വി ഇൻറ്റു വി ബൈ റോ എന്നാകും. ശരിയാണല്ലോ. വി ഇൻറ്റു വി ബൈ റോ ഡി ശരിയാണല്ലോ. വി ഇൻറ്റു ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഡി ടി ബൈ ഡി എസ്. ഡി ടി ബൈ ഡി എസ് എന്ന് പറയുന്നതിൻ്റെ മോഡുലസ് ആണ് കർവേച്ചർ വരിക. ശരിക്കും ഡി ടി ബൈ ഡി എസ് എന്ന് പറഞ്ഞാൽ കർവേച്ചർ ഇൻറ്റു എൻ ക്യാപ്പ് എന്ന് ഓർക്കുന്നുണ്ടാവും. ഫ്രണറ്റ് ഫോർമുലയിലുണ്ട് ഡി ടി ക്യാപ്പ് ബൈ ഡി എസ് എന്ന് പറഞ്ഞാൽ കാപ്പ ഇൻറ്റു എൻ ക്യാപ്പാണ്. ഇവിടെ ഒരു എൻ ക്യാപ്പ് കൂടി വരും, ശ്രദ്ധിക്കുക. എൻ ക്യാപ്പ്. അപ്പോൾ നമുക്ക് എൻ ക്യാപ്പ് പുറത്തെടുക്കാം. ബി ബൈ റോ ഇൻറ്റു എൻ ക്യാപ്പ് എന്നാകും. ബി ബൈ റോ ഇൻറ്റു എൻ ക്യാപ്പ്. ശ്രദ്ധിക്കണം, ഡി ടി ബൈ ഡി എസിൻ്റെ മോഡുലസ് അളവാണ് കർവേച്ചർ. ഇവിടെ മോഡുലസ് ഇല്ല. അപ്പം കർവേച്ചർ ഇൻറ്റു എൻ ക്യാപ്പ് ഫ്രണറ്റ് ഫോർമുല വെച്ചിട്ടാണ് എഴുതുക. ശ്രദ്ധിക്കുക, ഫ്രം ഫ്രണറ്റ് ഫോർമുല. അപ്പോൾ ഇവിടെ കാപ്പ എൻ ക്യാപ്പ് എന്ന് വരും. ഈ എൻ ക്യാപ്പ് പുറത്ത് പോകുമ്പോൾ വി ബൈ റോ ഇൻറ്റു എൻ ക്യാപ്പ്. അപ്പോൾ നമ്മളിവിടെ വി ബൈ റോ ഇൻറ്റു എൻ ക്യാപ്പ് കൂടി കൊടുക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണെന്നാണ് കിട്ടുക? ടി ക്യാപ്പ് ഇൻറ്റു ഡി വി ബൈ ഡി ടി പ്ലസ് വി സ്ക്വയർ ബൈ റോ ഇൻറ്റു എൻ ക്യാപ്പ് എന്നാകും. ആര്? ആക്സിലറേഷൻ ഓഫ് ടി ഇങ്ങനെ കിട്ടും. അത് തന്നെയാണ് നമുക്ക് തെളിയിക്കേണ്ടത്. വി സ്ക്വയർ റോ ബൈ എൻ ക്യാപ്പ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ കൊടുക്കുമ്പോൾ കാപ്പ ഇൻറ്റു എൻ ക്യാപ്പ് എന്ന് ഫ്രണറ്റ് ഫോർമുലയിൽ നിന്ന് എടുത്ത് കൊടുക്കണം, മറക്കരുത്. അപ്പം ടി ക്യാപ്പ് ഇൻറ്റു ഡി വി ബൈ ഡി ടി പ്ലസ് വി സ്ക്വയർ ബൈ റോ ഇൻറ്റു എൻ ക്യാപ്പ്. ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കൂ, ഡി വി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ്. കാരണം വി സ്പീഡാണല്ലോ. ആക്സിലറേഷൻ ടി ക്യാപ്പ് എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ്റെ ടാൻജൻറ്റ് ഡയറക്ഷനിലുള്ളതാണ്. അതേസമയം ഇവിടെ നോക്കൂ, ഇവിടെ വി സ്ക്വയർ ബൈ ഇത് ആക്സിലറേഷൻ. ഈ ആക്സിലറേഷൻ എന്ന് പറയുന്നത് രണ്ട് ആക്സിലറേഷനുകളുടെ സമ്മാണ്. ഒന്ന് ടാൻജൻറ്റിൻ്റെ ഡയറക്ഷനുള്ളതും ഒന്ന് യൂണിറ്റ് നോർമൽ പ്രിൻസിപ്പൽ നോർമലിൻ്റെ ഡയറക്ഷനുള്ളതും. ഈ പ്രിൻസിപ്പൽ നോർമലിൻ്റെ ഡയറക്ഷനിലുള്ള വി സ്ക്വയർ ബൈ റോ ഉണ്ടല്ലോ, വി സ്ക്വയർ ബൈ റോ, അയാളെ വിളിക്കുന്ന പേരാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. മനസ്സിലാവുന്നുണ്ടല്ലോ. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്ന ആളാണ് എന്ത്? വി സ്ക്വയർ ബൈ റോ. അങ്ങനെ ഒരു സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെയും ടാൻജൻറ്റ് ഡയറക്ഷനുള്ള ആക്സിലറേഷൻ്റെയും കൂടെ സമ്മാണ് ടോട്ടൽ ആക്സിലറേഷൻ. അപ്പോൾ വി സ്ക്വയർ ബൈ റോ ആണ് ഇവിടെ എന്ത്? സെൻട്രിപെറ്റൽ ആക്സിലറേഷനായിട്ട് ആക്ട് ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, പരീക്ഷയ്ക്ക് ഒരു പക്ഷേ വേണമെങ്കിൽ ഇതിൽ നിന്ന് തന്നെ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ മാത്രം എടുത്തെഴുതാനായിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ദ ഇക്വേഷൻ ഓഫ് ആൻ ആക്സിലറേഷൻ കണക്റ്റിംഗ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ആൻഡ് ടാൻജൻറ്റ് ഡയറക്ഷൻ ആക്സിലറേഷൻ എന്ന് പറഞ്ഞ് ഇക്വേഷൻ വേണമെങ്കിലും എഴുതാൻ ചോദിക്കാം. ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പഠിക്കേണ്ട പോർഷനിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കുറച്ച് ചെറിയൊരു പോർഷനാണിത്. ഇനി അങ്ങോട്ടുള്ളതൊക്കെയാണ് പ്യുവറായിട്ടുള്ള വെക്ടർ ഡിഫറൻസിയേഷൻ വരിക. ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത് എക്സാമ്പിളാണ്. ബട്ട് നേരത്തെ പറഞ്ഞതൊക്കെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻ മേക്ക് ചെയ്തതാണ്. പരീക്ഷയ്ക്ക് ഏത് രീതിയിലും ചോദിക്കാം. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് ചെയ്ത് പഠിക്കുക.